അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറങ്ങാൻ വിടില്ല. മദ്യനയ അഴിമതി കേസിൽ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെ അവസാന നിമിഷം ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന് വലിയ തിരിച്ചടി. കെജ്രിവാളിന്റെ ജാമ്യ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു. റോസ് അവന്യൂവിലെ പ്രത്യേക കോടതി ഇന്നലെയാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ നരേന്ദ്രമോദിയുടെ വിമർശകനായ കെജ്രിവാൾ അങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട എന്ന തീരുമാനത്തിൽ ഭരണകൂടമെത്തിയപ്പോൾ ആ ദൗത്യം ED ഏറ്റെടുത്തു. ജാമ്യം നൽകിയതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വാദങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള EDയുടെ ഹർജിയിൽ ഹൈക്കോടതി അടിയന്തരമായി വാദം കേൾക്കാനിരിക്കുന്നു. ആ ഹർജി പരിഗണിക്കുന്നത് വരെയാണ് ജാമ്യം സ്റ്റേ ചെയ്തത്. ഈ ഹർജി തീർപ്പാക്കുന്നതുവരെ കെജ്രിവാളിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. ജാമ്യ ഹർജിയിൽ രാവിലെ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയ കോടതി ഇന്നലെ രാത്രിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തുകയായി 1 ലക്ഷം രൂപ കെട്ടിവയ്ക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഉത്തരവ് ബാധകമാകുന്നത് 48 മണിക്കൂർ സ്റ്റേ ചെയ്യണമെന്ന EDയുടെ ആവശ്യം തള്ളിയാണ് ജഡ്ജി നിയായ് ബിന്ദു ജാമ്യം അനുവദിച്ചത്. അതുപ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കെജ്രിവാൾ ജയിൽ മോചിതനാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. AAP നേതാക്കളും പ്രവർത്തകരും വലിയ ആവേശത്തിലായിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും തലസ്ഥാന നഗരം നടത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ മോദി സർക്കാരിൻ്റെ പകപോക്കൽ രാഷ്ട്രീയം വീണ്ടും കെജ്രിവാളിനെ ചതിച്ചു. കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാൻ അപ്പീൽ കോടതിയെ സമീപിക്കാനാണ് സ്റ്റേ ചെയ്യണമെന്നൊരാവശ്യം ED ഉന്നയിച്ചത്. അത് സാധിക്കുകയും ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഗോവയിൽ കെജ്രിവാൾ തങ്ങിയ ആഡംബര ഹോട്ടലിൻ്റെ ബില്ലടച്ചത് അഴിമതി പണം ഉപയോഗിച്ചിട്ടാണ് എന്നതടക്കം നേരത്തെ ഉന്നയിച്ചിരുന്ന അതേ വാദങ്ങളാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ടും ED ഇന്ന് അവതരിപ്പിച്ചത്. ജാമ്യ ആവശ്യം തള്ളാൻ പോന്ന വാദങ്ങൾ EDക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു ഇന്നലെ റോസ് അവന്യൂവിലെ പ്രത്യേക കോടതി നിരീക്ഷിച്ചത്. ആ കോടതിയിലുണ്ടായ പരാജയത്തിനു ശേഷമാണ് ദില്ലി ഹൈക്കോടതിയെ ED സമീപിച്ചത്. ഏതായാലും കെജ്രിവാളിനെ വെളിച്ചം കാണിക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തകൃതിയായി നടക്കുന്നുണ്ട് എന്നർത്ഥം. ഏതായാലും കെജ്രിവാളിനെ കാത്തിരുന്ന ദില്ലി വളരെ നിരാശയിലാണ്. എങ്കിലും ഹർജി പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കുകയാണ് രാജ്യ തലസ്ഥാനം.